ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട് മിക്കവാറും. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും എഡ്യൂക്കേഷനുമായിട്ട് സംബന്ധിച്ചതും മിക്കവാറും എല്ലാ ആർട്ടിക്കിൾസും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു റിപ്പോർട്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ അത് 1928 നെഹ്റു റിപ്പോർട്ടാണ്. തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു ചെയർമാനായ കമ്മിറ്റിയാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്. ജനാധിപത്യ രാജ്യത്തില് ഒരു പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങൾ, അതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശങ്ങളൊക്കെ ഉൾപ്പെടുന്നു. ലോക രാജ്യങ്ങളിലുള്ള ഭരണഘടനയിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഇന്ത്യയുടെ ഭരണഘടന. ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. നിലവില് 25 അധ്യായങ്ങളും 448 പരം അനുച്ഛേദങ്ങളും 12 പട്ടികകളും ഉള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടന എന്ന് പറയുന്നത്. 106ഓളം ഭേദഗതികൾ ചെയ്തിട്ടുണ്ട്. അതില് 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA നിന്നാണ്. USA മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് US ഭരണഘടനയിൽ നിന്നുമാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ അനിയന്ത്രിതമായ അവകാശങ്ങളല്ല. അവയ്ക്കുമേൽ ന്യായമായ നിയന്ത്രണം സ്റ്റേറ്റിന് ഏർപ്പെടുത്താൻ സാധിക്കും. മൗലിക അവകാശങ്ങൾ അനിയന്ത്രിതമായ അവകാശങ്ങളല്ല, അല്ലെ? അവയ്ക്കുമേൽ നിയന്ത്രണം ഏർപ്പെടുത്താന് രാഷ്ട്രത്തിന് കഴിയും. ഗവൺമെന്റിന്റെ ഇത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കോടതിയാണ്. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളിലും തീരുമാനമെടുക്കുന്നത് എന്താണ്? അവസാന തീരുമാനമെടുക്കുന്നത് കോടതിയായിരിക്കും. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ആണ്. ജസ്റ്റീഷ്യബിൾ എന്ന് പറയും. ജസ്റ്റീഷ്യബിൾ, അതായത് കോടതിയിൽ നമുക്ക് വാദിച്ച് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തില് മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. മൗലിക അവകാശങ്ങൾ പരിപൂർണമല്ല. മൗലിക അവകാശങ്ങള് പരിപൂർണമല്ല. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവം ഉള്ളവയാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവം ഉള്ളവയാണ് എന്ന് വെച്ചാല് മൗലിക അവകാശങ്ങൾ സർക്കാരിനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അഥവാ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മൗലികാവകാശങ്ങൾ എന്താണ്? നെഗറ്റീവ് സ്വഭാവവും പോസിറ്റീവ് സ്വഭാവവും ഉള്ളതാണ്. അതായത് വ്യക്തികൾക്ക് പ്രത്യേക അവകാശം നൽകുമ്പോൾ അത് പോസിറ്റീവ് ആവുന്നു. അത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു, ചില കാര്യങ്ങളിൽ നിന്ന് ചെയ്യാനായിട്ട് വിലക്കുന്നത് കൊണ്ട് അത് നെഗറ്റീവ് സ്വഭാവവുമായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? 3 അല്ലെ? ഭാഗം 3-ലാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. അധ്യക്ഷനായ ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു. MA അൻസാരിയാണ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി സമ്മേളനം 1931. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനമാണ് 1931 സമ്മേളനമാണ്. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ടാണ് വല്ലഭായ് പട്ടേലിനെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് വിളിക്കുന്നത്. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനമാണ്. 1931 വർഷം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ചോദിച്ചിട്ടുണ്ട്.
എന്താണ് പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകളാണ് 12 മുതൽ 35 വരെയാണ്. ഏതൊക്കെയാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നതാണ് റിട്ടുകൾ. അതായത് നമുക്ക് മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയിൽ റിട്ടുകൾ ഫയൽ ചെയ്ത് നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങൾ 7 എണ്ണമായിരുന്നു. 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശം അല്ലെങ്കിൽ ഒരു ഭരണഘടനാ അവകാശമാണ്. മൗലികാവകാശം ആയിരുന്ന സ്വത്തവകാശം അത് മാറ്റി നിയമ അവകാശമാക്കി. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. സ്വത്തവകാശമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി 1978. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭേദഗതിയാണ്. 1978 വർഷം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 44-ാം ഭേദഗതി നിലവിൽ വന്നത് 1979 ഓർത്തിരിക്കുക. നീക്കം ചെയ്തത് 1978-ലെ 44-ാം ഭേദഗതിയാണെങ്കിലും നിലവിൽ വന്നത് 1979. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 300A ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 300A. ഇതിനകത്ത് എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊന്നും അങ്ങനെ ഒരു പോയിന്റ് പോലും വിടാനില്ല. 44-ാം ഭേദഗതി ആർട്ടിക്കിൾ 31 ആർട്ടിക്കിൾ 19(1)(f) നിർത്തലാക്കുകയും സാമൂഹിക നീതിയും ഭൂപരിഷ്കരണവും സാധ്യമാക്കുന്നതിനായി സ്വത്തവകാശത്തെ ആർട്ടിക്കിൾ 300A ആയി പാർട്ട് 12ലേക്ക് മാറ്റുകയും ചെയ്തു. അതായത് 44-ാം ഭേദഗതി പ്രകാരം 31 ആർട്ടിക്കിൾ അനുച്ഛേദം 31 19(1)(f) നിർത്തലാക്കി, റദ്ദ് ചെയ്തു. സാമൂഹിക നീതിയും ഭൂപരിഷ്കരണവും സാധ്യമാക്കുന്നതിനായി സ്വത്തവകാശത്തെ ആർട്ടിക്കിൾ 300A ആയിട്ട് മാറ്റി. ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തി അത് പാർട്ട് 12ലോട്ട് മാറ്റി. ഇനി ആർട്ടിക്കിൾ 31A എന്താണെന്ന് നോക്കാം. 300A ഒക്കെ ഇപ്പൊ ചോദിക്കാറുണ്ട് കൂടുതലായിട്ട്. ഇപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് 31 അതില് നമുക്ക് അത് കഴിഞ്ഞ് വന്ന കുറച്ച് സ്വത്തവകാശമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളും കൂടെ നോക്കാം. 31A എന്താണെന്ന് നോക്കാം. എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിനോ അവകാശങ്ങൾ പരിഷ്കരിക്കുന്നതിനോ ഉള്ള നിയമങ്ങൾ സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 31A എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിനോ അവകാശങ്ങൾ പരിഷ്കരിക്കുന്നതിനോ ഉള്ള നിയമങ്ങൾ സംരക്ഷിക്കുന്നതാണ് 31A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14ഉം 19ഉം അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ വെല്ലുവിളികളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കൽ, സ്വത്തിന്റെ സംസ്ഥാന മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങളെ സംരക്ഷിക്കുന്നു. ഇത് കാർഷിക പരിഷ്കാരങ്ങൾക്ക് സാധ്യമാക്കുന്നു. അതാണ് 31A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 31B നോക്കാം. 9ാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ ജുഡീഷ്യൽ അവലോകനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. എന്നിരുന്നാലും 1973 ഏപ്രിൽ 24 ശേഷം ഇവിടെ സ്ഥാപിച്ച നിയമങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ലംഘിക്കുന്നുണ്ടെങ്കിൽ അവയെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പൊ 31B 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ ജുഡീഷ്യൽ അവലോകനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. എന്നിരുന്നാലും 1973 ഏപ്രിൽ 24 ശേഷം ഇവിടെ സ്ഥാപിച്ച നിയമങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ലംഘിക്കുന്നുണ്ടെങ്കിൽ അവയെ ചോദ്യം ചെയ്യാം. ആർട്ടിക്കിൾ 31C എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നിർദ്ദേശക തത്വങ്ങളുടെ സംരക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. സാമൂഹിക നീതിക്കായി നിർദ്ദേശക തത്വങ്ങൾ, അതായത് 39B 39C എന്നീ ആർട്ടിക്കിള് നടപ്പിലാക്കുന്ന നിയമങ്ങളെ സംരക്ഷിക്കുന്നു. 31C 39, 39C 39B 39C എന്നീ നിർദ്ദേശക തത്വങ്ങൾ ഇപ്പൊ രാഷ്ട്രം സ്ഥാപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങളെ സംരക്ഷിക്കാനായിട്ട് 31C നിർത്തുന്നു. സമത്വമോ സ്വാതന്ത്ര്യമോ ലംഘിക്കുന്നതിന് അവയെ വെല്ലുവിളിക്കുന്നതിൽ നിന്ന് തടയുന്നു. കേശവാനന്ദ ഭാരതി കേസിൽ ഉയർത്തിപ്പിടിച്ച പരിധി വരെ ഇത് സാധുവാണെന്ന് കണക്കാക്കപ്പെടുന്നതിൽ അതിന്റെ പ്രസക്തി വീണ്ടും ഊന്നിപ്പറഞ്ഞു.
44-ാം ഭേദഗതി 1978 44-ാം ഭേദഗതി ആർട്ടിക്കിൾ 31 നീക്കം ചെയ്തു അല്ലെ. 31 നീക്കം ചെയ്തെങ്കിലും സാമൂഹിക എഞ്ചിനീയറിംഗും സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിനും അത്യാവശ്യമായി നിലനിൽക്കുന്ന 31A, 31B, 31C എന്നിവ അത് നീക്കം ചെയ്തില്ല. 31A, B, C എന്നൊക്കെ പറയുന്നത് സ്വത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ഭൂപരിഷ്കരണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത എന്താണ് അനുച്ഛേദങ്ങളാണ്. പിന്നീട് അവ ആവശ്യമായി, അതായത് ഭൂമികള് സർക്കാർ ഏറ്റെടുത്ത് ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യുക അങ്ങനെയുള്ളതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അനുച്ഛേദങ്ങളാണ്. അത് കഴിഞ്ഞ് കൂട്ടിച്ചേർത്ത, അത് കഴിഞ്ഞുള്ള ഭേദഗതി 1951 ഭേദഗതിയൊക്കെ പ്രകാരം കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് ഇവയൊക്കെ. സാമൂഹിക ക്ഷേമ ലക്ഷ്യങ്ങൾക്കും വ്യക്തിഗത അവകാശങ്ങൾക്കും ഇടയിലുള്ള നിയമപരമായ പാലമായി വർത്തിക്കുന്ന ഈ വ്യവസ്ഥകൾ പ്രവർത്തനക്ഷമമായിട്ട് തുടരുന്നു. അപ്പൊ 31 എടുത്തു കളഞ്ഞെങ്കിലും 31A, 31B, 31C ഒക്കെ നിലവില് ഇപ്പോഴും ഉണ്ട്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആ സമയത്ത് ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. ജനതാ ഗവൺമെന്റ് ആണ് അന്ന് ഭരിച്ചിരുന്നത്. ജനതാ ഗവൺമെന്റ് ആയിരുന്നു. സ്വത്തവകാശ നിയമാവകാശമാകുമ്പോൾ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ ഏതൊരാളുടെയും സ്വത്തവകാശം എടുത്തു കളയാനാവുന്നതല്ലെന്ന് അനുച്ഛേദം 300A പ്രതിപാദിക്കുന്നു. അതായത് നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ ഏതൊരാളുടെയും സ്വത്തവകാശം എടുത്തു കളയാനാവുന്നതല്ലെന്ന് അനുച്ഛേദം 300A പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം സർക്കാർ ആരുടെയെങ്കിലും സ്വത്ത് ഏറ്റെടുക്കുകയാണെന്നിരിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോ റോഡ് ഒക്കെ പണിയാൻ നേരം സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകിയതിനു ശേഷം മാത്രമേ ഏറ്റെടുക്കാവൂ. അങ്ങനെയൊക്കെയാണ് ഇതില് പറയുന്നത്. ഈ വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭയോ പാസാക്കിയ നിയമത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വത്ത് ആ വ്യക്തിയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതായത് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ അത് സാധ്യമല്ല. ഇതിൽ ലംഘനം ഉണ്ടായാൽ പരാതിക്കാരനായ വ്യക്തിക്ക് അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതിന് ലംഘനം ഉണ്ടായാൽ എന്താണ്? 226. 226 എന്ന് പറയുന്നത് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ അധികാരമാണ്. സമൂഹത്തിന്റെ പൊതു ആവശ്യത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ന്യായമായ നഷ്ടപരിഹാരം ഉടമയ്ക്ക് നൽകുകയോ വഴി മാത്രമേ സർക്കാരിന് ഒരു വ്യക്തിയുടെ സ്വത്ത് ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ 12 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. 12ാം ഭാഗത്താണ് സ്വത്തവകാശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർത്ത, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. അപ്പൊ ഇന്ത്യയുടെ മാഗ്ന കാർത്ത, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഇനി അടുത്ത് നമുക്ക് ഓരോ അനുച്ഛേദങ്ങൾ നോക്കാം. അനുച്ഛേദം 12 പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനമാണ്. സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനമാണ് അനുച്ഛേദം 12 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കേന്ദ്ര സർക്കാരും പാർലമെന്റും സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനുള്ളിലുള്ളതോ ഭാരത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സ്റ്റേറ്റ് എന്നതിൽ ഉൾപ്പെടുന്നു. അപ്പൊ സ്റ്റേറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാർ വരും, പാർലമെന്റ്, സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാർ, നിയമനിർമ്മാണ സഭകൾ, ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിലുള്ളതോ ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സ്റ്റേറ്റിന്റെ പരിധിയിൽ വരും. അടുത്തത് ആർട്ടിക്കിൾ 13 നോക്കാം. അനുച്ഛേദം 13 മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അനുച്ഛേദം 13 എന്താണ് പറയുന്നത്? മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തത്, പിന്നെ അവയ്ക്ക് വിപരീതമായ നിയമങ്ങളൊന്നും നിലനിൽക്കില്ല. അപ്പം ഈ ഭരണഘടനയൊക്കെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രധാനമായും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവയുമായിട്ട് ഒത്തുപോകാത്ത ഒരു നിയമങ്ങൾക്കും വാല്യൂ കാണത്തില്ല. ഇനി ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് നിയമങ്ങൾ നോക്കാം. ഒന്നാമത്തേത് പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങൾ. നിയമങ്ങൾ എന്ന പരിധിയിൽ വരുന്നത് എന്തൊക്കെയാണ്? പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങൾ. അടുത്തത് പ്രസിഡന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസ് പോലുള്ള താൽക്കാലിക നിയമങ്ങൾ. പ്രസിഡന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർ
പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസ് പോലുള്ള താൽക്കാലിക നിയമങ്ങളും. പിന്നെ എന്താണ് നിയുക്ത നിയമനിർമ്മാണത്തിലൂടെ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, അതായത് ബൈലോ, ചട്ടം, റെഗുലേഷൻ, വിജ്ഞാപനം മുതലായവ, അതൊക്കെ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. നിയുക്ത നിയമനിർമ്മാണത്തിലൂടെ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, ബൈലോ, ചട്ടം, റെഗുലേഷൻ, വിജ്ഞാപനം മുതലായവയൊക്കെ നിയമത്തിന്റെ പരിധിയിൽ വരും. നിയമനിർമ്മാണേതര സ്രോതസ്സുകളിൽ നിന്നുള്ള നിയമങ്ങൾ, അതായത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ നിയമനിർമ്മാണേതര സ്രോതസ്സുകളിൽ നിന്നുള്ള നിയമങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. അതായത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ, ഇവയൊന്നും ഭരണഘടനയിലൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷെ അതൊക്കെ നിയമങ്ങൾ തന്നെയാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായമായ പുനഃപരിശോധന അധികാരം ഉപയോഗിക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായ പുനഃപരിശോധന അധികാരം ഉപയോഗിക്കാം. മൗലിക അവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഏതൊരു നിയമവും റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അപ്പൊ മൗലികാവകാശത്തിന് വിരുദ്ധമാണ് ഒരു നിയമമെങ്കിൽ അത് റദ്ദു ചെയ്യാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്, സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ ആ നിയമം നീതിന്യായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ ആ നിയമം നീതിന്യായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഈ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 13-ലാണ്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് നോക്കാം. രാജ്യത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്? രാജ്യത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയാണ് 13. ഭരണഘടനാ അനുച്ഛേദമാണ് 13. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടനയിൽ ഒരിടത്തും നീതിന്യായ പുനഃപരിശോധന അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ, 6 മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പറഞ്ഞിരിക്കുന്നത് 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെയാണ്. 23, 24 എന്നിവയാണ് ചൂഷണത്തിനെതിരായ അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറഞ്ഞിരിക്കുന്നത് 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. ഇത് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെയാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32-ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32-ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 32-ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32-ആണ്. അടുത്തതാണ് അനുച്ഛേദം 14. അനുച്ഛേദം 14 നമുക്ക് ഓരോ അനുച്ഛേദങ്ങളും നോക്കാം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഇക്വാളിറ്റി ബിഫോർ ലോ ബ്രിട്ടൻ ആണ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇക്വാളിറ്റി ബിഫോർ ലോ എന്നത് ഒരു നെഗറ്റീവ് ആശയവും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നത് പോസിറ്റീവ് ആശയവുമാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ എന്നത് ഒരു നെഗറ്റീവ് ആശയവും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നത് പോസിറ്റീവ് ആശയവുമാണ്. ഇനി നിയമവാഴ്ച എന്താണെന്ന് നോക്കാം. റൂൾ ഓഫ് ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിയമവാഴ്ച എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിന്റെ മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. റൂൾ ഓഫ് ലോ എന്ന ആശയം ജനകീയമാക്കിയത് A.V. ഡൈസി ആണ്. A.V. ഡൈസി. ഇനി ആർട്ടിക്കിൾ 15 നോക്കാം. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 15 എന്താണ് പറയുന്നത്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 15. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അത് 15 ആണ്. ഇനി അനുച്ഛേദം 12 ക്ലോസ് 2 നോക്കാം. 12(2) നോക്കാം. ഏതൊരു പൗരനും മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയോ അവയിൽ ഏതെങ്കിലും കാരണമാക്കി കടകൾ, പൊതു ഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതുവിനോദ സ്ഥലങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ രാഷ്ട്രത്തിന്റെ സമ്പത്ത് കൊണ്ട് സംരക്ഷിക്കുന്നവയോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി സമർപ്പിച്ചിട്ടുള്ള കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ച് യാതൊരു വിവേചനവും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അനുച്ഛേദം 15(2) എന്താണ് പറയുന്നത്? ഏതൊരു പൗരനും മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കടകളിൽ നിന്നോ പൊതുസ്ഥലങ്ങളിൽ നിന്നോ ഒന്നും അവയെ നിരോധിക്കാൻ അല്ലെങ്കിൽ അവയോട് അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് അവകാശം ആർക്കുമില്ല. അങ്ങനെ നിരോധിക്കാൻ പാടില്ല. അനുച്ഛേദം 15(3) സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നത് വിവേചനത്തിന്റെ പരിധിയിൽ വരില്ല. അപ്പൊ സ്ത്രീക്കും കുട്ടികൾക്കും, അതായത് വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുക, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്? അത് വിവേചനമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് 15(3) എന്ന് പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദം 15(4) എന്താണ് പറയുന്നത്? സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനം അല്ല. അപ്പൊ വിവേചനം അല്ല അല്ലെങ്കിൽ വിവേചനത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 15(4) എന്ന് പറയുന്നത്. ഇനി 15(5) എന്താണെന്ന് നോക്കാം. സാമൂഹികമായോ വിദ്യാഭ്യാസപരമായോ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗങ്ങളിലെ പൗരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നതിന് രാഷ്ട്രം നിയമം വഴി പ്രത്യേക വ്യവസ്ഥ ചെയ്യുന്നത് വിവേചനത്തിന്റെ പരിധിയിൽ പെടുന്നില്ല. അതായത് ഈ സംവരണം പോലെയുള്ള, അതായത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ ഒക്കെ സംവരണം നൽകുന്ന ഒന്നും വിവേചനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അടുത്താണ് 15(6). 15(6) എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 15(6) എന്ന് പറയുന്നത്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 15(6) പറയുന്നത്. അടുത്തത് അനുച്ഛേദം 16. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് 16. ചോദിച്ചിട്ടുള്ളതാണ്. മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനും നിയമനങ്ങളിലെ വിവേചനം പാടില്ല എന്ന് അനുച്ഛേദം 16 അനുശാസിക്കുന്നു. അനുച്ഛേദം 16 എന്താണ്? പൊതുനിയമനങ്ങളിൽ അവസര സമത്വം നൽകുന്നു. അപ്പൊ മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം എന്നിവയുടെ ഒന്നും അടിസ്ഥാനത്തിൽ ആരെയും ഒരു ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഒരു അവസരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. അനുച്ഛേദം 16(3) എന്നാൽ ചില നിയമനങ്ങളിൽ വാസസ്ഥലം പാർലമെന്റിനും മാനദണ്ഡമായിട്ട് അതായത് അടുത്തുള്ള പ്രദേശത്തുള്ളവരെ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ പരിഗണിക്കാവുന്നതാണ് 16(3) പറയുന്നത്. അനുച്ഛേദം 16(4) പിന്നോക്ക സമുദായത്തിനായി തൊഴിൽ സംവരണം ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നാക്ക സമുദായത്തിനായി തൊഴിലില് സംവരണം ഏർപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് 16(4) പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദം 16(5) എന്താണ് പറയുന്നത്? ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കായി മതസ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താം. അതായത് ദേവസ്വം ബോർഡ് പോലെയുള്ള ഇവിടങ്ങളില് സംവരണം ഏർപ്പെടുത്താമെന്ന് 16(5) പറഞ്ഞിരിക്കുന്നു. അവസര സമത്വം ഉറപ്പാക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. അടുത്തതാണ് അനുച്ഛേദം 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ വകുപ്പാണ് അനുച്ഛേദം 17. BSc എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അനുച്ഛേദമാണ് 17. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിന് ഏത് നിയമം അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 പ്രകാരമാണ്.
അടുത്തതാണ് അനുച്ഛേദം 18. പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. അനുച്ഛേദം 18 എന്താണ് പറയുന്നത്? പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നത്? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവയല്ലാതെ മറ്റൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. സൈനികമോ വിദ്യാഭ്യാസപരമോ ആയ എന്താണ് പദവികളല്ലാതെ അല്ലെങ്കിൽ സ്ഥാനപ്പേരല്ലാതെ മറ്റൊന്നും രാഷ്ട്രം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിവി പേഴ്സ് നിർത്തലാക്കുക എന്നൊക്കെ പറയുന്നത് അനുച്ഛേദം 18 പ്രിവി പേഴ്സ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുക. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അത് 18. ആർട്ടിക്കിൾ 18(2) വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്ഥാനപ്പേരും ഒരു ഇന്ത്യൻ പൗരൻ തന്റെ പേരിനൊപ്പം ചേർക്കുവാൻ പാടുള്ളതല്ല. ആർട്ടിക്കിൾ 18(2) എന്താണ് പറയുന്നത്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്ഥാനപ്പേരും ഒരു ഇന്ത്യൻ പൗരനും തന്റെ പേരിനോടൊപ്പം ചേർക്കുവാൻ പാടില്ല. ആർട്ടിക്കിൾ 18(3) എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ കീഴിൽ ആദായകരമോ വിശ്വാസാധിഷ്ഠിതമായോ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്ന ഒരു വിദേശി പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന സ്ഥാനപ്പേര് തന്റെ പേരിനൊപ്പം ചേർക്കുവാൻ പാടുള്ളതല്ല എന്നാണ് 18(3) പറയുന്നത്. ആർട്ടിക്കിൾ 18(4) പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിന് കീഴിൽ ആദായകരമോ വിശ്വാസാധിഷ്ഠിതമായ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്ന ഏതൊരാളും രാഷ്ട്രപതിയുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് സമ്മാനമോ ശമ്പളമോ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗമോ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതായത് ഈ വലിയ ഉദ്യോഗങ്ങളൊക്കെ വഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് ഇപ്പൊ ISROയുടെ ചെയർമാൻ പദവി അല്ലെങ്കിൽ ISROയുടെ ശാസ്ത്രജ്ഞൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുടെ ലൈഫൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് സീക്രസി ഉള്ള ജോബുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും എന്താണ് അവരെ പുറത്തു പോകാൻ പോലും അങ്ങനെ ചുമ്മാ പുറത്തു പോകാൻ പോലും രാജ്യം അനുവദിക്കത്തില്ല. അവരുടെയൊക്കെ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 18(4) അനുസരിച്ച് രാഷ്ട്രത്തിന് കീഴിൽ ആദായകരമോ വിശ്വാസ അധിഷ്ഠിതമായ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്ന ഏതൊരാളും രാഷ്ട്രപതിയുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് സമ്മാനമോ ശമ്പളമോ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗമോ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അടുത്തതാണ് അനുച്ഛേദം 19. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 19 എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്, മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് അനുച്ഛേദം 19 പറയുന്നത്. അനുച്ഛേദം 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി അതിൽ ഓരോരോ ചെറിയ ചെറിയ പാർട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. അതായത് ഈ ഭരണഘടനയില് ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും ഉണ്ട്. അപ്പൊ അത് ഒരേ 19(a) ക്യാപിറ്റൽ ലെറ്റർ ഒരു കാര്യമായിരിക്കും പറയുന്നത്, സ്മോൾ എയില് വേറൊരു കാര്യമായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്നുള്ളത് നോട്ട് ചെയ്യുക. ഒരേ സംഭവം ആയിരിക്കത്തില്ല പറയുന്നത്. 19(1)(a) അതായത് സ്മോൾ ലെറ്ററിൽ വരുന്നതാണ് ഈ ABCD എന്ന് പറയുന്നത്. എയില് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ബിയില് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞു. ബിയില് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. മാന്യമായ ഏത് തൊഴിൽ ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19(1)(f) ഉണ്ട്. എഫ് സ്വത്തവകാശമായിരുന്നു. 44-ാം ഭേദഗതി വഴി ഒഴിവാക്കി. സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആയിരുന്നു 19(1)(f) പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ്? ഭേദഗതി വഴി സ്വത്തവകാശമായിട്ട് സംബന്ധിച്ചൊക്കെ ഒഴിവാക്കി. അഭിപ്രായ സ്വാതന്ത്ര്യം 19(1)(a) പരിധിയിൽപ്പെടുന്ന അവകാശങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്തൊക്കെ അവകാശങ്ങളാണുള്ളത് നോക്കാം. ഒന്നാണ് പത്രസ്വാതന്ത്ര്യമുണ്ട്. ടെലിഫോൺ സംഭാഷണം ചോർത്തുന്നതിനെതിരായിട്ടുള്ള അവകാശമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ആഹ്വാനം ചെയ്യുന്ന ബന്ദിനെതിരായിട്ടുള്ള അവകാശമുണ്ട്. സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശമുണ്ട്. നിശബ്ദതാ സ്വാതന്ത്ര്യമുണ്ട്. പ്രതിഷേധത്തിനുള്ള അവകാശമുണ്ട്. സ്വന്തം കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട്. വിവരാവകാശം മൗലിക അവകാശമാണ്. അനുച്ഛേദം 19(1)(a) പ്രകാരം വിവരാവകാശം എന്താണ്? ഒരു മൗലിക അവകാശമാണ്.
അപ്പൊ എന്തൊക്കെ അവകാശങ്ങളാണ് 19(1)(a)യിൽ വരുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. പത്രസ്വാതന്ത്ര്യം വരുന്നുണ്ട്, ടെലിഫോൺ സംഭാഷണം ചോർത്തുന്നതിനെതിരായിട്ടുള്ള അവകാശം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ആഹ്വാനം ചെയ്ത ബന്ദിനെതിരായിട്ടുള്ള അവകാശം, സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശം, നിശബ്ദതാ സ്വാതന്ത്ര്യം, പ്രതിഷേധത്തിനുള്ള അവകാശം, സ്വന്തം കാഴ്ചപ്പാടുകളും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും പ്രചരിപ്പിക്കാനുള്ള അവകാശം, വിവരാവകാശം. പിന്നെ വിവരാവകാശം മൗലിക അവകാശമായിട്ട് കണക്കാക്കപ്പെടുന്നു. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഇനി അനുച്ഛേദം 20 നോക്കാം. അനുച്ഛേദം 20 കുറ്റവാളികൾക്ക് ലഭിക്കുന്ന 3 അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത്. കുറ്റവാളികൾക്ക് ലഭിക്കുന്ന 3 അവകാശങ്ങളാണ് അനുച്ഛേദം 20 പറയുന്നത്. ഒന്നാമത്തേതാണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ 20(1)ലാണ് പറയുന്നത്. 20(1) എന്ന് വെച്ചാൽ എന്താണ്? മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. രണ്ടാമത്തേതാണ് 20(2)ലാണ് പറയുന്നത് നോ ഡബിൾ ജിയോപാർഡി. നോ ഡബിൾ ജിയോപാർഡി 20(2)ല് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാനോ വിചാരണ നടത്തുവാനോ പാടില്ല. അപ്പൊ എന്താണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാനോ വിചാരണ നടത്തുവാനോ പാടില്ല എന്ന് 22 പറഞ്ഞിരിക്കുന്നു. അടുത്തതാണ് 23. ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നോ സെൽഫ് ഇൻക്രിമിനേഷൻ അതായത് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിൽ നിർബന്ധിക്കുവാൻ പാടില്ല. നേരത്തെ ഒക്കെ ഇങ്ങനെ അടിച്ച് പിടിച്ചു ഒക്കെ എന്താണ് കുറ്റം സമ്മതിപ്പിക്കുക അല്ലെ, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21. അടുത്ത അവകാശമാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്നത്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 21 പ്രകാരമാണ് നിരോധിച്ചത്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ 21 അനുച്ഛേദം അനുസരിച്ചാണ്. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്നതാണ് 21. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അത് 21. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദം 14, 19, 21. അതായത് സമത്വം, സ്വാതന്ത്ര്യം, പിന്നെ എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 21 വരുന്നത്. അപ്പൊ 14, 19, 21 ഈ മൂന്നുമാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. ഇക്വാളിറ്റി ബിഫോർ ലോ, പിന്നെന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെന്ന് 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങളാണ് 20, 21. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത ബാക്കി എല്ലാ നിയമങ്ങളും റദ്ദ് ചെയ്യാമെങ്കിലും 20, 21. 20 എന്താണ്? കുറ്റവാളികൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് 20 പറയുന്നത്. 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഇനി 21ന്റെ പരിധിയിൽ വരുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. മലിനരഹിതമായ ജലം, അപകടകരമായ വ്യവസായശാലകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉൾപ്പെടെ അന്തസ്സായ ജീവിത പരിസ്ഥിതിക്കുള്ള അവകാശം എല്ലാ വ്യക്തിക്കും ഉണ്ടായിരിക്കും. ഉപജീവനത്തിനുള്ള അവകാശമുണ്ട്. ഉപജീവനത്തിനുള്ള അവകാശം എല്ലാ വ്യക്തിക്കുമുണ്ട്. സ്വകാര്യതയ്ക്കുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ട് അല്ലെ. സ്വകാര്യതയ്ക്കുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ട്. താമസ സൗകര്യത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടായിരിക്കും. താമസ സൗകര്യത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആരോഗ്യത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടായിരിക്കും. വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ചില കേസുകളിൽ മാത്രം ഇല്ല. ചില ആൾക്കാർക്ക് അത് തടയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് പ്രസിഡന്റിന്റെ അനുമതിയോട് കൂടി മാത്രമേ അവർക്ക് വിദേശത്തോട്ടൊക്കെ പോകാൻ സാധിക്കുള്ളൂ. നോർമൽ ആയിട്ടുള്ള ജനങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെയുള്ള അവകാശം, തടവിൽ പാർപ്പിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം, അടിയന്തര വൈദ്യ പരിചരണത്തിനുള്ള അവകാശം, കസ്റ്റഡി ഉപദ്രവത്തിന് എതിരായ അവകാശം, പൊതുസ്ഥലങ്ങളിൽ തൂക്കിലേറ്റപ്പെടുന്നതിനെതിരായിട്ടുള്ള അവകാശം, പ്രശസ്തി നേടുന്നതിനുള്ള അവകാശം,
ഇന്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം. ഈ ഇന്റർനെറ്റ് ലഭ്യത ചോദിച്ചിട്ടുണ്ട്. മൗലിക അവകാശത്തിൽ വരുന്നതാണ്. ഇന്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം ഒരു മൗലിക അവകാശമാണ്. ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കുന്നതിനുള്ള അവകാശം. ഇതെല്ലാം മൗലിക അവകാശങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. 21ന്റെ പരിധിയിൽ വരുന്നതാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് എന്ന് ചോദിച്ചാൽ KS കുട്ടസ്വാമി VS യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. 2017 കേസാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ KS കുട്ടസ്വാമി VS യൂണിയൻ ഓഫ് ഇന്ത്യ 2017 കേസാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് 21ന്റെ പരിധിയിൽ വരുന്നതാണ്. 86-ാം ഭരണഘടനാ ഭേദഗതിയാണ് 2002. ബില്ല് ചോദിച്ചാൽ 93-ാമത്തെ ബില്ലാണ്. ഇതിലെ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം മാറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 2002 വർഷം. ബില്ല് ചോദിച്ച 93-ാമത് ബില്ലാണ്. അനുച്ഛേദം ഏതാണ്? 21A ആണ് കൂട്ടിച്ചേർത്ത അനുച്ഛേദം. 21A. ആ സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയിയും പ്രസിഡന്റ് അബ്ദുൽ കലാമുമായിരുന്നു. APJ അബ്ദുൽ കലാമുമായിരുന്നു. ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ആഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ച് 2010 ഏപ്രിൽ 1-നാണ് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയത് 2019 ജനുവരി 3-നാണ്. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള സംഭവമാണ്. വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയത് 2019 ജനുവരി 3-നാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10-നാണ്. 2019 ജനുവരി 10-നാണ്. അടുത്തതാണ് അനുച്ഛേദം 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് അറസ്റ്റ് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശം. അപ്പൊ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റ് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശം ആർട്ടിക്കിൾ 22 പ്രകാരം ലഭിക്കും. ഇഷ്ടമുള്ള അഭിഭാഷകന്റെ സഹായം തേടാനും കേസ് വാദിക്കാനും അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കപ്പെടുവാനുള്ള അവകാശമുണ്ട്. ഈ 24 മണിക്കൂർ എന്നുള്ളത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതായത് എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. കൂടുതലും ഈ പോലീസിന്റെ ഒക്കെ ടെസ്റ്റുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. 24 മണിക്കൂറാണ്. മജിസ്ട്രേറ്റിന് തടങ്കലിൽ വയ്ക്കാൻ അനുമതി നൽകാത്ത പക്ഷം 24 മണിക്കൂറിന് ശേഷം വിട്ടയക്കപ്പെടാനുള്ള അവകാശം. ഇതെല്ലാം ആർട്ടിക്കിൾ 22 നൽകുന്നു. ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻപായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഒന്നും കൂടാതെ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. ഇത് കരുതൽ തടങ്കൽ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻപായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഒന്നും കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. ഇതിനാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇതാണ്. ഈ 22-ല് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 22. ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? രാഷ്ട്രത്തിന്റെ സുരക്ഷ, ക്രമസമാധാന പാലനം, അവശ്യ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പാലനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ വെക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രത്തിന്റെ സുരക്ഷ, ക്രമസമാധാന പാലനം, അവശ്യ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പാലനത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. കരുതൽ തടങ്കൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. കരുതൽ തടങ്കൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. കരുതൽ തടങ്കൽ നിയമത്തിന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചത് 1950 ഫെബ്രുവരി 25-നാണ്. നിലവിൽ വന്നത് 1950 ഫെബ്രുവരി 26-നാണ്. അടുത്തടുത്ത ഡേറ്റുകളിലാണ്. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാൻ കഴിയും? 3 മാസമാണ് ചോദിച്ചിട്ടുണ്ട്. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാൻ കഴിയും? 3 മാസത്തോളം വെക്കാൻ കഴിയും.
3 മാസത്തിന് ശേഷം ഈ കേസ് ഒരു ഉപദേശക സമിതി മുൻപാകെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. AK ഗോപാലൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് അനുച്ഛേദം 23. മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. അനുച്ഛേദം 23 എന്താണ്? മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചാല് അത് 23 അതായത് ദേവദാസി എന്നൊക്കെ പറയുന്ന ഒരു അടിമ സമ്പ്രദായമായിരുന്നു പിൽക്കാലത്ത്. അപ്പൊ അതിനെയൊക്കെ നിരോധിക്കുന്നതാണ് 23. അനുച്ഛേദം 24 ബാലവേല നിരോധിക്കുന്നു. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബാലവേല നിരോധിക്കുന്നത് അനുച്ഛേദം 24ലാണ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനികളിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഈ 14 വയസ്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് ഗുഡ് വീവ് എന്ന് പറയുന്നത്. റഗ്മാർക്കായിരുന്നു മുമ്പത്തെ പേര്, ഇപ്പൊ ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്. റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. ചോദിച്ചിട്ടുള്ളതാണ്. കൈലാഷ് സത്യാർത്ഥിയാണ്. ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയാണ് ബച്പൻ ബചാവോ ആന്തോളൻ. ബച്പൻ ബചാവോ ആന്തോളൻ. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ചോദിച്ചിട്ടുണ്ട്. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. അടുത്തതാണ് അനുച്ഛേദം 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം അനുച്ഛേദം 25 നൽകുന്നു. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അനുച്ഛേദം 26. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുള്ള അവകാശം അനുച്ഛേദം 26. അടുത്തത് അനുച്ഛേദം 27. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശമാണ് അനുച്ഛേദം 27. അനുച്ഛേദം 28 എന്താണ് പറയുന്നത്? അനുച്ഛേദം 28 ഒന്നിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. 28(1) എന്താണ് പറയുന്നത്? പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. 28(2) മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻഡോഴ്സ്മെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 28(1) ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻഡോഴ്സ്മെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്താണ്? ഈ 28(1) എന്നുള്ള നിയമം ബാധകമല്ല. 28(3) എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ ഒരു വ്യക്തിയെ നിർബന്ധിക്കുവാൻ പാടില്ല. ഇപ്പം മതപരമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനമാണ്. അവിടെ അവർക്ക് മതപരമായ ഉദ്ബോധനങ്ങൾ നടത്താം, പഠനങ്ങൾ നടത്താം, വേദപാഠം പോലുള്ള പഠനങ്ങൾ നടത്താം. പക്ഷെ എന്താണ്, അതിനു വേണ്ടിയിട്ട് ആരെയും നിർബന്ധിക്കാൻ പാടില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം എന്നൊക്കെ പറയുവാനായിട്ടോ ചെയ്യുവാനായിട്ടോ പാടില്ല. അനുച്ഛേദം 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. അനുച്ഛേദം 29 എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ഭാഷ, ലിപി, അതായത് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. അനുച്ഛേദം 30. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും ഭരണം നടത്തുന്നതിനുള്ള അവകാശമാണ് അനുച്ഛേദം 30 എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാവുന്ന മൗലിക അവകാശങ്ങളാണ് 15, 16, 19, 29, 30 എന്നിവ. 15 അതായത് 15 എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. 16 അവസര സമത്വമാണ്. 19 സ്വാതന്ത്ര്യങ്ങളാണ്. 29, 30 എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ്. ഇതൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന അവകാശങ്ങളാണ്. ഇനി ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഇന്ത്യയിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്? 14 ഉണ്ട്. ഇക്വാളിറ്റി ബിഫോർ ലോ ഉണ്ട്. 20 എന്താണ്? കുറ്റവാളികളെ ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന അതിനെതിരായിട്ടുള്ള അവകാശങ്ങൾ, കുറ്റവാളികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ. പിന്നെ 21 എന്താണ്? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 21A എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലെ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. 22 എന്താണ്? കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ്. 23 അടിമത്തം നിർത്തലാക്കുന്നു. 24 ബാലവേല നിരോധനം. 25 റിലീജിയസ് ആയിട്ടുള്ള അവകാശങ്ങൾ. 26 അതിന്റെ പരിധിയിൽ വരുന്നതാണ്. 27, 28 ഇതൊക്കെ എന്താണ്? ഇത് മതപരമായിട്ടുള്ള നിയമങ്ങളാണ്. അതൊക്കെ എന്താണ്?
വിദേശികൾക്കും ലഭിക്കുന്നുണ്ട്. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിക്കുള്ള അവകാശമാണ് അനുച്ഛേദം 32 എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു അനുച്ഛേദമാണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നു. ഇത് പ്രകാരം ഒരു വ്യക്തിക്ക് തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച അനുച്ഛേദമാണ് 32. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് 32 എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച അനുച്ഛേദമാണ് 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആ അനുച്ഛേദം 32നെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. അനുച്ഛേദം 33 രാജ്യത്തെ സുരക്ഷാ സേനാ അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അനുച്ഛേദം 34 ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ പറ്റിയാണ് അനുച്ഛേദം 34 പറയുന്നത്. അനുച്ഛേദം 35 ചില നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തതാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നമുക്ക് ഫയൽ ചെയ്യാവുന്ന ചില അവകാശങ്ങളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ. നമുക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതായത് ഒട്ടുമിക്ക പേരുകൾ ഇപ്പൊ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പറയുന്ന വാക്കുകളൊക്കെ മിക്കതും എന്താണ്? ലാറ്റിനാണ് അല്ലെ. അപ്പൊ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിനാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ ചോദിച്ചിട്ടുണ്ട്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണ് 32. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതിക്ക് 226 ഹൈക്കോടതിയുടേത് 226 രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയാണ്. റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ്. അപ്പൊ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് വലുത്. സുപ്രീം കോടതിക്ക് വളരെ ചുരുങ്ങിയ, അതായത് ഒരു കാര്യം മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഹൈക്കോടതിയില് രണ്ടുമുണ്ട്, മൗലികാവകാശങ്ങളുമുണ്ട് നിയമാവകാശങ്ങളുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ അധികാരം ഹൈക്കോടതിക്കാണെന്ന് പറയാം. അടുത്താണ് ഒന്നാമത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാവുന്നതാണ്. ഈ സെന്റൻസ് ഒക്കെ ഓർത്ത് വെക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാവുന്നതാണ്. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. 1215 ജൂൺ 15 മാഗ്ന കാർട്ട വിളംബരം വന്നത്. രണ്ടാമത്തെ റിട്ടാണ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. അതായത് നാം കൽപ്പിക്കുന്നു, ഇന്ന ജോലി ചെയ്യൂ എന്ന് നാം കൽപ്പിക്കുന്നു. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. സ്വകാര്യ വ്യക്തി, സ്വകാര്യ സ്ഥാപനം എന്നിവയ്ക്കെതിരെ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ മാൻഡമസ് എന്നുള്ളത് സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ സ്ഥാപനത്തിനോ കഴിയില്ല, പൊതുസ്ഥാപനത്തിന് അല്ലെ, ഒരു പൊതുസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. അടുത്തതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. വിലക്കുക എന്നാണ് പ്രൊഹിബിഷൻ, പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെ, വിലക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാവുന്ന ഒരു റിട്ടാണിത്. അതായത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഈ ജുഡീഷ്യറി, നിയമപരമായ കോടതികൾക്ക് എതിരെ പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ്. അടുത്തതാണ് കോവർഗം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന
റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അർത്ഥം എന്തധികാരം. കോ വാറന്റോയുടെ അർത്ഥം എന്താണ്? എന്തധികാരം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലെ, അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയില് ശ്രീനിവാസൻ വരുമ്പോൾ നായിക എന്താണ് അവിടെ അർഹമല്ലാത്തൊരു ഉദ്യോഗം വഹിക്കുകയാണ്. അതായത് സ്ഥാനം ഒഴിയാന് അവര് സമ്മതിക്കുന്നില്ല. അപ്പൊ അതിനെതിരെ അതിലെ ആ സിനിമയില് ശ്രീനിവാസൻ പറയുന്നുണ്ട് കോ വാറന്റോയുടെ കാര്യം പറയുന്നുണ്ട്. കോ വാറന്റോയാണ് അപ്പൊ ആ സ്ത്രീക്കെതിരെ നായികക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോ വാറന്റോയാണ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കോ വാറന്റോ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ. അർത്ഥം എന്തധികാരം. അടുത്തതാണ് സെർഷ്യോറി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറി. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെയാണ് അതിന്റെ അർത്ഥം. സെർഷ്യോറിയുടെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെയാണ് അതിന്റെ അർത്ഥം. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണ് മാൻഡമസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ എന്നിവ. മാൻഡമസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ എന്നിവ. ആകെ 2 എണ്ണം മാത്രമാണ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസും കോ വാറന്റോയുമാണ്. ഹേബിയസ് കോർപ്പസും കോ വാറന്റോ ആണ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടുകൾ എന്ന് പറയുന്നത്. ആകെ 2 ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ. അപ്പൊ അത്രയാണ് മൗലിക അവകാശങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു തവണയൊക്കെ ക്ലാസ് കേട്ടത് കൊണ്ടൊന്നും ആരുടെയും തലയിൽ ഇതൊന്നും മുഴുവനായിട്ട് ഇരിക്കത്തില്ല. റിപ്പീറ്റ് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കുക.